ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവരുന്ന പല കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാറ് കേട്ടോ. അപ്പം നമ്മുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളിലോ അത് നമുക്ക് സത്യമാണ് അല്ലെങ്കിൽ അത് നമുക്ക് ശരിയായി ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ കേട്ടോ. അല്ലാത്തൊരു കാര്യം ഞാൻ പങ്കുവയ്ക്കാറില്ല. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ബഹുജനം പലവിധം. അതാണ് ശരിയാണ്. പല വിധത്തിലുള്ള ആൾക്കാർ ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങുക എന്ന് പറയും. ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയും. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് വെറുതെയാണ്. കാരണം നമ്മൾ മര്യാദ കൊടുക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കയറാനാണ് ആൾക്കാരുണ്ടാവുക. അപ്പം അതിന് ചെറിയ ചെറിയ ഓരോ ഉദാഹരണം ഞാൻ പറയാമെന്ന് മാത്രം കേട്ടോ. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ പറഞ്ഞു, നമുക്ക് അനുഭവത്തിൽ കാണുമ്പോൾ അത് പറയണമെന്ന് മാത്രം. അപ്പം നിങ്ങൾക്കും ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൂവൻ പഴം കൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്ന ഒരു രീതി പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിലിവിടെ പറയാറുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പൂവൻ പഴം കൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്നത്? അത്രയും വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ കഴുത്ത് നൈസായിട്ട് അരിയാണ്. അപ്പോൾ നമുക്ക് വേദനയില്ല, വിഷമങ്ങളും ഇല്ല, അങ്ങനെ ആ രീതിയിലാണ്. പക്ഷെ എന്നാലും കഴുത്തറുത്ത പിന്നെ എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ചിലർ നമ്മുടെ ചുറ്റുവട്ടത്തോ നമ്മുടെ പരിചയത്തിലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിപ്പോൾ ജോലിസ്ഥലമായിക്കോട്ടെ, നമ്മുടെ വീടായിക്കോട്ടെ, എവിടെയാണെങ്കിലും. ജോലി സ്ഥലത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഉപദ്രവമല്ല. പക്ഷേ ജോലി സ്ഥലത്ത് ആ വ്യക്തി മറ്റുള്ള വ്യക്തികളോട് പെരുമാറുമ്പോൾ, ഇപ്പോൾ ഒരു ഓഫീസാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസിലേക്ക് പല കാര്യങ്ങൾക്ക് പല വ്യക്തികൾ വരുമ്പോൾ ആ വ്യക്തികളോട് അവരുടെ കാര്യങ്ങൾ അത്രയും നീറ്റായിട്ട്, അവരോട് അത്രയും സ്നേഹമായിട്ട്, അവരുടെ മക്കൾക്ക് പോലും ഉണ്ടാവില്ല അത്ര സ്നേഹം. ആ രീതിയിലാണ് ഈ വ്യക്തി ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ കുടുംബകാര്യങ്ങൾ, അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഭാര്യമാരെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ ജോലിയെക്കുറിച്ച്, സാമ്പത്തിക എല്ലാം ഡീറ്റെയിൽസും അവർക്ക് കിട്ടും. അപ്പോൾ ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, മധുരമായിട്ട് ചോദിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും. ആ പറഞ്ഞു പോകുമ്പോൾ ഇവർ വിചാരിക്കും എത്ര നല്ല സ്വഭാവ, അല്ലെങ്കിൽ എത്ര സ്നേഹമാണ് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ചിലവർക്കൊരു അങ്ങനത്തെ ഒരു അറിയാനുള്ളൊരു ഉത്കണ്ഠ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ളൊരു കാര്യമാണ് ചിലവർക്ക് കേട്ടോ. നമുക്കിപ്പോൾ അതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കില്ല. മാത്രമല്ല നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് കണ്ട ഉടനെ നമ്മൾ ചിരിച്ചു സംസാരിക്കും എന്നല്ലാതെ, ഒന്ന് ചിരിക്കും അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും എന്താ ഏതാന്ന് ചോദിക്കും എന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്നും അന്വേഷിക്കുന്നില്ല. അത് നമ്മളങ്ങനെ ചെയ്യാത്ത കാരണം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നന്നായി ചിരിച്ച് എല്ലാ വിവരങ്ങളും അന്വേഷിക്കുന്ന വ്യക്തികളെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കും. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് ചിരിച്ചു, എന്താ വിശേഷം ചോദിച്ചു, അവരോടും അത്ര കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. കാണുമ്പോൾ ചിരിക്കാത്ത, എന്നാലും എനിക്കും ആ ഒരു അഭിപ്രായമുണ്ട്. കാണുമ്പോൾ എപ്പോഴും മുഖം കയറ്റിയിരിക്കണേക്കാൾ നല്ലത് നമ്മളൊരാളെ കണ്ട ചിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പൂവൻ പഴം കൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്നത് ഒരു രീതി. അങ്ങനെ ഇനി അടുത്തൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ പെൺകുട്ടി ഭർത്താവായിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും ആ പെൺകുട്ടി ഒന്നുകിൽ ചാടിക്കളിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യത്തിൽ പെരുമാറുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ അതിൻ്റെ സ്വഭാവം ഇങ്ങനെയെന്ന് വിചാരിക്കും. സ്വന്തം ശരിക്കും ഒരമ്മയാണെങ്കിൽ പോലും അവനവൻ്റെ പെൺമക്കൾ അങ്ങനെ പെരുമാറുമ്പോൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ പെരുമാറുന്ന പെൺമക്കളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആ പെൺകുട്ടിക്ക് അവിടെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ വന്നത് തുറന്ന് പറയാനും വയ്യ. അവിടെ അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും എല്ലാം കൂടി ആകുമ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടി ആ രീതിയിൽ നമ്മളോട് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ആ പൊട്ടിത്തെറിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ എന്താ ഏതാന്ന് നമ്മൾ അന്വേഷിച്ച് അതിന് തക്കതായ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടി ഭർത്താവായിട്ട് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വായെന്ന് മുത്ത് പൊഴിയില്ല എന്ന് പറയും ചിലവർ, പണ്ടുള്ളവർ. അതായത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചതിന് മാത്രം ഒരു ഉത്തരം, അതും പറയാൻ വായ തുറക്കുമോ എന്ന് നമുക്ക് സംശയമാണ്. അത്രയ്ക്കും
നീറ്റായിട്ട് നമ്മളോട് സംസാരിക്കാം. പിന്നെ അതുപോലെ ശബ്ദം കൂടി ഇല്ലാത്ത രീതിയിൽ വായ തുറക്കാതെയാണ് നമ്മളോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അതുപോലെ നമ്മളെ നല്ലപോലെ ബഹുമാനം, അതിവിനയം ആപത്ത് എന്ന് പറയുന്ന പോലെ ഒരു ഭവ്യതയോട് കൂടിയിട്ട് ചെറുതായിട്ട് പെരുമാറുകയാണെങ്കിൽ കൂടി കുഴപ്പമില്ല. വല്ലാത്ത വിനയം കാണിക്കുന്നവരെയും നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയാണ് പണ്ടുള്ളവർ പറയുന്നത് കേട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചതിന് ഉത്തരം പറയും, അല്ലെങ്കിൽ എന്ത് കൊടുത്താലും ഭക്ഷണം കൊടുത്താലും അതിനൊന്നും ഒരു കുറ്റം പറയാതെ അതെല്ലാം കഴിക്കും. അങ്ങനെയൊക്കെ കഴിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എത്ര നല്ല സ്വഭാവമല്ലേ, ഇങ്ങനെയുള്ളൊരു ആളെ കിട്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുക, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ കയ്യിൽ തന്നെ കുഴപ്പം, ചെക്കൻ പാവാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ആ പെൺകുട്ടി ഇറിറ്റേഷൻ കാണിക്കുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളോട് പെരുമാറുന്ന ഈ രീതി ആയിരിക്കില്ല ആ കുട്ടിയുടെ ഭർത്താവ് അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെരുമാറുന്നത്. ഒന്നുകിൽ ചിലപ്പോൾ ചില അമ്മായിമ്മമാർ അല്ലെങ്കിൽ നാത്തൂൻപോര് അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ടായിരിക്കാം. അതൊന്നുമില്ലെങ്കിൽ ഭർത്താവിൻ്റെ പോരനെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഭർത്താവിൻ്റെ പോര് ഇഷ്ടം പോലെ ഉണ്ടാവും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുന്നിൽ വെച്ച് പെരുമാറുന്ന പോലെ എല്ലാ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കിനെ മാനസികമായിട്ട് നല്ലപോലെ പീഡിപ്പിക്കുന്നുണ്ടാവും. അത് ആ കുട്ടിക്കേ അറിയുള്ളൂ. ജീവിതത്തിൽ കൂടെ കിടക്കണവനെ രാപ്പനെ അറിയുള്ളൂ എന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ തന്നെ അവനവൻ അനുഭവിക്കുന്നത് അവനവനെ അറിയുള്ളൂ. മറ്റുള്ളവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനോ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയൊക്കെ പെരുമാറണമെന്നുള്ളത് അവരവർക്കേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ അത് ഒരു രീതി. അപ്പോൾ അതും പൂവൻപഴം കൊണ്ട് കഴുത്തറക്കുന്ന രീതി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു മര്യാദ കൊടുത്താൽ മര്യാദ കിട്ടും എന്ന് പറയുന്നത് വെറുതെയാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ മര്യാദ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ തലയ്ക്ക് കയറുന്ന ആൾക്കാരാണ് ഇന്ന് കാണുന്നത്. നിസ്സാരം, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു പണിക്കൊരാളെ വെച്ചു എന്ന് വെക്കൂ. ആ പണിക്കൊരാളെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ പ്രായത്തെ ബഹുമാനിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മര്യാദ, നമ്മുടേതായിട്ടൊരു മര്യാദ ഉണ്ടാവില്ല, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പെരുമാറിപ്പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മര്യാദ ശരിക്കും അവർ അർഹിക്കണില്ല. അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ആ മര്യാദയ്ക്ക് അവർ തിരിച്ച് നമ്മളോട് മര്യാദയ്ക്ക് നല്ല രീതിയിലല്ല പെരുമാറുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രീതി മോശമല്ല ഞാൻ പറയുന്നത്. അവരെന്ത് ചെയ്യും, നമ്മുടെ തലയ്ക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കാനായിട്ട് വരും. നമ്മളിപ്പോൾ ഒരു പണി പറഞ്ഞു എന്ന് വയ്ക്കൂ. അപ്പോൾ ആ പണി നമ്മൾ പറഞ്ഞ രീതിയിലല്ല അവർ ചെയ്യുക, അവരുടേതായ രീതിയിൽ അവരുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ മര്യാദ കൊടുത്ത് മര്യാദ കിട്ടൽ ഇന്നത്തെ കാലത്ത് കഷ്ടമാണെന്ന്. അത് പണിക്കാരെന്ന് മാത്രമല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ പല വ്യക്തികളോടും നമ്മൾ പെരുമാറി നോക്കൂ. നമ്മൾ നിസ്സാരമായിട്ട് ചിലപ്പോൾ നമ്മളെയൊക്കെ അത്ര നല്ല ഇതിൽ പെരുമാറിയിട്ടുണ്ടായിരുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മളോട് പെരുമാറുമ്പോൾ ആ പെരുമാറ്റത്തിനെ ഒരു മാറ്റം ഉണ്ടാവും. അതാണ് മര്യാദ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ തലയ്ക്ക് കയറുന്നു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എത്ര ശത്രുവാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികളെ നമ്മൾ അത്രയും നല്ല രീതിയിൽ നമ്മൾ സൽക്കരിക്കുള്ളൂ അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ നമ്മൾ ഇരിക്കാൻ പറയും. അതുപോലെ നമ്മൾ ചായ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ മര്യാദയിൽ നമ്മൾ പെരുമാറുമ്പോൾ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വന്നു എന്ന് വിചാരിക്കൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തി ചോദിക്കും എന്തിനു വന്നതാ അല്ലെങ്കിൽ ഏതിന് വന്നതാന്ന് ചോദിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് അവർ വരുമ്പോൾ നമ്മളോടൊന്ന് മുഖത്ത് നോക്കി ചിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു പൂവൻപഴം കൊണ്ട് കഴുത്തറക്കുന്ന രീതി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളോട് നന്നായി നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ട് നമ്മളോട് നന്നായിട്ട് പെരുമാറും. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ. അതുപോലെ ഒരാളോടും ഉറച്ച് സംസാരിക്കില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് ചോദിച്ചാലും ദാനശീലമായിട്ട് നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയുള്ളവർ നമ്മൾ കൂടുതലായിട്ട് അടുത്തിടപഴകേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ് അവരുടെ ആ ഒരു നയം നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭങ്ങൾ വരണത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്ന രീതി ആവില്ല. അവരുടെ വീട്ടിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പോകേണ്ടി, അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് എപ്പോഴും വരാനും ഇരിക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടമുണ്ടാവും. നമ്മളതിനെ വരൂട്ടോ എന്നൊക്കെ മര്യാദയിൽ പറയും. പക്ഷെ നമ്മളിപ്പോൾ എവിടേക്കും നമ്മുടെ സമയക്കുറവ് മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ കൂടി നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും, എന്തെങ്കിലും അവിചാരിതമായിട്ടൊന്ന് പോകേണ്ടി വന്നാലും അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെന്ന പോലെ ഒന്നല്ല. അവർ വരാൻ പറയുന്നത് ഒരു മര്യാദ വാക്കിൽ നമ്മളോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ചിലവരുടെ പെരുമാറ്റം. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും നമുക്ക് പല അനുഭവങ്ങളും കാണുമ്പോൾ അത് പറയാമെന്ന് മാത്രം.
പിന്നെ അങ്ങനെ ചെന്ന് കഴിഞ്ഞാലാണ് നമ്മൾ അവരുടെ യഥാർത്ഥ മുഖം അറിയുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അറിയില്ല, കുറച്ച് ഒന്ന് ഇടപഴകുമ്പോഴാണ് നമുക്കും അറിയുള്ളൂ. അപ്പോൾ ഈ ദാനശീലമായിട്ട് പെരുമാറുന്ന അവരുടെ സ്വഭാവം എന്താണെന്നുള്ളതും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുന്ന അല്ലെങ്കിൽ അവരായിട്ട് നമുക്ക് കുറച്ച് സമയം നമ്മൾ പെരുമാറേണ്ടി വരുമ്പോഴൊക്കെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ദേഷ്യം ക്രോധം ഒക്കെ നമുക്ക് അപ്പോഴാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത്രയും പാവമായിട്ട് നമ്മുടെ മുന്നിൽ അഭിനയിച്ച അല്ലെങ്കിൽ ഇത്രയും പാവമായിട്ട് നമ്മൾ കണ്ണിൽ കണ്ട വ്യക്തിയാണോ ഇത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മുഖത്ത് കാണും. എപ്പോഴും ചിരിച്ച് അങ്ങനെ പെരുമാറാനൊന്നും പറ്റില്ല. പിന്നെ ഒരു പരിധി വരെ എത്ര ഉപദ്രവിച്ചാലും നമ്മൾ ഒരു പരിധി വരെ അത് സഹിച്ചും കൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. തിരിച്ച് നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാത്ത ഒരു സാഹചര്യം ആയിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.